ഹലോ എവ്രി വൺ, വെൽക്കം ടു ഫോർ എഡ്യൂക്കേഷൻ. ഹിസ്റ്ററി നെറ്റ് GRFൻ്റെ മറ്റൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സെഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ടോപ്പിക് അല്ല ഡിസ്കസ് ചെയ്യുന്നത്. പകരം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സാമിന് ഇനി ഏതാണ്ട് ഒരു 60 ദിവസം നമ്മുടെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ ഒരു 2 മാസമാണ് നമ്മുടെ മുന്നിലുള്ള സമയം എന്ന് പറയുന്നത്. സോ ഈ 2 മാസം എന്നുള്ളത് ഹിസ്റ്ററി സബ്ജക്റ്റിൽ നെറ്റും GRFും വാങ്ങാനുള്ള ആവശ്യത്തിന് സമയം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ നേടിയെടുക്കണം, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഏത് തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു സെഷൻ്റെ ഒരു കോർ എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് കടക്കാം. ഹൗ ടു ക്രാക്ക് ഹിസ്റ്ററി നെറ്റ് GRF ഇൻ 60 days എന്നുള്ളതാണ്. എങ്ങനെ 60 ദിവസം കൊണ്ട് നമുക്ക് ഹിസ്റ്ററിയിൽ നെറ്റും GRFും ക്വാളിഫൈ ചെയ്യാം എന്നുള്ളത്, അതിലൊരു കോംപ്രഹെൻസീവ് സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഈ ഒരു സെഷനിൽ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങളെല്ലാവരും വളരെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ടൈമിൽ സിലബസ് കവർ ചെയ്യാൻ പറ്റും. പ്രോപ്പർ സ്ട്രാറ്റജി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു ടൈം ബൗണ്ടായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു സംഗതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 60 ദിവസത്തിൽ, അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു 2 മാസം സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും നമ്മളെ മുന്നിലുള്ളത് 60 ദിവസം എന്നുള്ള ഒരു 60 days ആണ്. നമ്മൾ മെയ് അവസാനം വരെ എടുക്കുക, അല്ലെങ്കിൽ ജൂണിലൊരു 2-3 ഡേയ്സ് കൂടി അതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 60 days നമ്മളെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ 2 months നമ്മളെ മുന്നിലുണ്ട്. ഈ 2 months നമുക്ക് സബ്ജക്റ്റിനകത്ത് പഠിക്കാനായിട്ടുള്ളത് 10 യൂണിറ്റുകളാണ്. പേപ്പർ 1 എന്നുള്ളതിനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. പേപ്പർ 1 നിങ്ങൾ വേറെ തന്നെ അതിനകത്ത് പഠിച്ചെടുക്കണം. ഇപ്പോൾ ഈ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഈ 10 യൂണിറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി സബ്ജക്റ്റിനെ സംബന്ധിച്ചാണ്. പേപ്പർ 1നെ നിങ്ങളിതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഈ ഒരു സമയത്തിനകത്തേക്ക് തന്നെ എന്ത് ചെയ്യണം, പേപ്പർ 1ൻ്റെ പ്രിപ്പറേഷനെ കൂടി നിങ്ങൾ ഉൾക്കൊള്ളിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറഞ്ഞ സമയം കൊണ്ട് നെറ്റും GRFും ക്വാളിഫൈ ചെയ്യുക എന്നുള്ള മിഷൻ സക്സസ്ഫുള്ളി അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 10 യൂണിറ്റ് നമുക്കുണ്ട്. ദെൻ 4 മേജർ ഏരിയാസ് ടു ബി കവേർഡ്. ദാറ്റ് മീൻസ് നമുക്ക് എന്താണുള്ളത്, ഈ നെറ്റ് എക്സാം എന്നുള്ളത്, അല്ലെങ്കിൽ ഹിസ്റ്ററി സബ്ജക്റ്റിനകത്ത് നെറ്റ് എക്സാം എന്ന് പറയുന്നത് പ്രൈമറിലി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഒന്ന് ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ആൻഷ്യൻ്റ് ഇന്ത്യ, ദെൻ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, ദെൻ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. പിന്നീട് നമുക്കുള്ളത് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഒരു പാർട്ടാണ്. ഓക്കെ, ഇത്രയും ഏരിയാസാണ് നമുക്ക് ഈ ഒരു 60 ദിവസത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് സബ്ജക്റ്റിനകത്ത്. സോ 4 ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം എന്നുള്ളതാണ്. 10 യൂണിറ്റ് നമ്മൾ ഫിനിഷ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ഈ ഒരു 60 ഡേയ്സിൽ നമുക്ക് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഇത്തരത്തിലുള്ള വേരിയസ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ വളരെ കൃത്യമായിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഈ ഒരു സെഷനിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കാം എന്തൊക്കെ രീതിയിൽ, നമ്മൾ ഏത് രീതിയിൽ ഡേയ്സിനെ സ്പ്ലിറ്റ് ചെയ്യണം, എന്നിട്ട് ഏതൊക്കെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠനം പ്ലാൻ ചെയ്യണം എന്നുള്ളതിന്. അപ്പോൾ നമുക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ അപ്പുറത്ത് നമുക്ക് ഏറ്റവും പ്രൈമറിലി നമുക്ക് വേണ്ടത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഷെഡ്യൂളാണെന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് നമുക്ക് ഒരു ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ എന്നുള്ളതിൽ യാതൊരു അർത്ഥമല്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, മസ്റ്റായിട്ടും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ, ഒരു ഷെഡ്യൂൾ എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ടൈം ബൗണ്ടായിട്ട് സിലബസ് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സിലബസ് ഫിനിഷ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ട് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളൊരു നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയുള്ളൊരു ഷെഡ്യൂൾ നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് പ്രോപ്പർ ടൈമിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തുണ്ട്, 10 യൂണിറ്റാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ 10 യൂണിറ്റിന് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് ഡേയ്സിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുക. ഏതാണ് നമ്മുടെ യൂണിറ്റുകളൊക്കെ ഒരു ഈക്വൽ ലെങ്ത്തിലാണ് NTA അത് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ലെങ്ത്തിൽ വേരിയേഷൻ വരുന്നു എന്ന് നമുക്ക് തോന്നുന്നത് നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. സോ ഇവിടെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 1 to 6 days, ആദ്യത്തെ 6 ദിവസം നമ്മൾ എന്ത് ചെയ്യുക,
ഫസ്റ്റ് യൂണിറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ദെൻ ഈച്ച് ആൻഡ് എവറിത്തിങ് വളരെ ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ആവില്ല. അതുകൊണ്ട് തന്നെ അതിലെ കോർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, എടുത്തിട്ട് പഠിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ എക്സാമിന് നിരന്തരം ചോദിക്കുന്ന ഒരു സംഗതിയാണ് സോഴ്സസ് ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ളത്. അതിനകത്ത് ലിറ്ററേച്ചറിനകത്ത് വരുന്നതും ആർക്കിയോളജിക്കലായിട്ട് വരുന്നതും ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോഴ്സുകൾ എന്ത് ചെയ്യും, അതിൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറും ജൈൻ ലിറ്ററേച്ചറും അല്ലാത്തതൊക്കെ എന്ത് ചെയ്യണം, അതിനകത്ത് ഡിസ്കഷൻ നടത്തണം, അതിനകത്ത് പഠിക്കണം എന്നുള്ളതിനാണ്. പിന്നീട് വരുന്നത് പ്രീ ഹിസ്റ്ററി എന്ന് നമ്മൾ പറയുന്ന സ്റ്റോണേജ് ആണ്. അതിനകത്ത് പാലിയോളിത്തിക്, മെസോളിത്തിക്, നിയോളിത്തിക് എന്നുള്ള ഈ രീതിയിലുള്ള സ്റ്റോണേജ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് വരുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതുപോലെ തന്നെ വേദിക് ഏജ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 3rd ഡേയിൽ നമ്മൾ ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു 3 ടോപ്പിക്കുകൾ വിത്തിൻ 3 ഡേയ്സ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയുള്ള മെറ്റീരിയൽ ഗ്യാതറിംഗ് ഒക്കെ നിങ്ങൾ നേരത്തെ തന്നെ നടത്തണം കേട്ടോ. അതിലേക്കുള്ള കുറുക്ക് വഴികളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ദെൻ ഡേ 4 നമ്മൾ എന്ത് ചെയ്യണം, സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ നോക്കണം. അതിനകത്ത് മെഗാലിത്തിക് പീരീഡ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഏരിയാസ് എന്ത് ചെയ്യണം, സൗത്ത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ 16 മഹാജനപദാസ് ആൻഡ് മഗധയുടെ റൈസ് ഓഫ് മഗധ നമ്മൾ എന്ത് ചെയ്യും, 5th ഡേയിൽ ഡിസ്കസ് ചെയ്യുക. മഹാജനപദാസിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു 6 ഡേ സ്ട്രാറ്റജിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, വളരെ ഡീപ്പായിട്ട് ഓരോന്നും എടുത്ത് പഠിക്കുക എന്നുള്ളതും പ്രാക്ടിക്കൽ ആവില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ക്യാപിറ്റൽ എന്താണ്, അതുപോലെ തന്നെ അത് ഇന്നത്തെ ഏത് പാർട്ടിൽ, ഏത് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ PYQ വെച്ചിട്ടൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ദെൻ ഡേ 6 നമ്മൾ എന്ത് ചെയ്യുന്നു, എമർജൻസ് ഓഫ് ഹെറ്ററോഡോക്സ് സെക്റ്റുകൾ, നമ്മുടെ ബുദ്ധിസം, ജൈനിസം, അജീവികാസ്, ചാർവാകാസ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഹെറ്ററോഡോക്സ് സെക്റ്റുകൾ എമേർജ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മളെ പഠനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിന് ഓരോ യൂണിറ്റും ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേമിൽ നടന്നിട്ടുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് കാറ്റഗറൈസ് ചെയ്യുക. എന്നിട്ട് ഈ പെർട്ടിക്കുലർ യൂണിറ്റിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, നമ്മൾ എടുത്തിട്ട് പഠിക്കണം എന്നുള്ളതാണ്. അതിന് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വിത്ത് ഇറ്റ്സ് എക്സ്പ്ലനേഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം എന്നുള്ളതാണ്. സോ അതിന് നിങ്ങൾ ഒറ്റയ്ക്ക് ചിലപ്പോൾ അത് ഗ്യാദർ ചെയ്യുക, കണ്ടെത്തുക എന്നുള്ളതിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു സെക്ടറിലുള്ള ആൾക്കാരുടെ അസിസ്റ്റൻസ് എടുക്കാൻ വേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു സംഗതി ഉള്ളത്. സോ നിങ്ങൾ അതിനനുസരിച്ചൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. നമ്മൾ ഈ ഒരു 6 ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് യൂണിറ്റ് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. ഫസ്റ്റ് യൂണിറ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ചിലത് നമ്മൾ പഠിക്കുന്നത് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ഒരു ഭാഗം വേണം, അല്ലെങ്കിൽ മഹാജനപദാസിനെ സംബന്ധിച്ച് ഈ ഒരു പെർട്ടിക്കുലർ സിറ്റി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അറിയണം എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന സമയത്ത് കവർ ചെയ്തിട്ടില്ലെങ്കിലും PYQ ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ മറ്റു ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് കവർ ചെയ്യണം എന്നുള്ളതാണ്. ഇനി വരുന്നത് നെക്സ്റ്റ് ഡേയിൽ നമുക്കറിയാം സിലബസിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് 2 യൂണിറ്റ്സ് ശരിക്കും ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നിന്ന് വരുന്ന യൂണിറ്റ്സ് ആണ്. അതിനകത്ത് ഏൻഷ്യൻ്റ് ഇന്ത്യയുടെ പോളിറ്റി, എക്കണോമി, സൊസൈറ്റി ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് യൂണിറ്റ് അതുപോലെ തന്നെ എന്താണ്, മൗര്യൻ എംപയർ, ഗുപ്ത എംപയർ തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് സെക്കൻഡ് യൂണിറ്റിനകത്ത് വരുന്നത്. 3rd യൂണിറ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏർലി മിഡീവൽ ഇന്ത്യ എന്നുള്ളൊരു പാർട്ടിലേക്കാണ് എത്തുന്നത്. സോ സെക്കൻഡ് യൂണിറ്റിൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് 7ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം, 7th ഡേയിൽ നമ്മൾ എന്ത് ചെയ്യുക, മൗര്യൻ എംപയറിനെ പറ്റി ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾ മൗര്യൻ എംപയറിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലേക്ക് ഫോക്കസ് ചെയ്യുക. അവിടെയുള്ള റൂളേഴ്സ് ആരൊക്കെയായിരുന്നു, അശോകനെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അതിനകത്ത് ഡിസ്കസ് ചെയ്യുക. പിന്നെ അശോകൻ എഡിക്റ്റിനൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇതിനകത്ത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ദെൻ പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്, മൗര്യാസിൻ്റെ ഡീക്ലൈന് ശേഷം ഒരുപാട് ഡൈനാസ്റ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഡൈനാസ്റ്റീസിനൊക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ശുംഗ, കൻവ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡൈനാസ്റ്റീസ്, അവരൊക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ 2ാമത്തെ ഒരു ഡേയിൽ പ്രയോറിറ്റൈസ് ചെയ്യുക. 3rd ഡേയിൽ നമ്മൾ വീണ്ടും സൗത്ത് ഇന്ത്യയിലേക്ക് പോവുക. അവിടെ സംഘം ഏജിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. സംഘം ടെക്സ്റ്റുകളെ സംബന്ധിച്ച് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ഏരിയയിൽ നിന്ന് വരാറുള്ളത്. ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഏരിയ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഡേയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുപ്ത എംപയറിനെ സംബന്ധിച്ച് നമ്മൾ അവരുടെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നു. ദെൻ പോസ്റ്റ് ഗുപ്ത ഏജ്, ഹർഷ ഇങ്ങനെയുള്ള ഏരിയയിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു 5ാമത്തെ ദിവസം നമ്മൾ പഠനം നടത്തുന്നു.
ആൻഡ് 6ാമത്തെ ദിവസം നമ്മൾ അവിടെ എന്ത് ചെയ്യണം, സൊസൈറ്റി, എക്കണോമി, ട്രേഡ്. അതായത് നമ്മൾ ഈ പറഞ്ഞ ഗുപ്താസ്, മൗര്യാസ്, പോസ്റ്റ് ഗുപ്ത, പോസ്റ്റ് മൗര്യൻ പീരീഡ്, ഈ സമയത്തൊക്കെ ഉള്ള ഈ സൊസൈറ്റിയുടെ ഒരു അവസ്ഥ എന്തായിരുന്നു, അവിടെയുള്ള എക്കണോമിയുടെ അവസ്ഥ എന്തായിരുന്നു, ട്രേഡ് എങ്ങനെയായിരുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്യാദർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ആ ടോപ്പിക് അങ്ങനെ തന്നെ പറയുന്ന രീതിയിൽ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. സോ ഈ ഒരു പാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 6th ഡേയിൽ യൂണിറ്റ് 2ൻ്റെ 6ാമത്തെ ദിവസം, ദാറ്റ് മീൻസ് ഡേ 12 നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ പഠിക്കണം, നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു സംഗതിയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കറക്റ്റ് ഷെഡ്യൂളിനകത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഡേ 3ലേക്ക് വരികയാണ്, നമ്മുടെ യൂണിറ്റ് 3ലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ 13 മുതൽ 18 വരെയുള്ള ദിവസം എന്ത് ചെയ്യുക, യൂണിറ്റ് 3ക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. യൂണിറ്റ് 3 എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചു, ഏർലി മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന പാർട്ടിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ഹർഷന് ശേഷമുള്ള, അല്ലെങ്കിൽ ഗുപ്ത എംപയറൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് ഗുപ്ത പീരീഡും ദെൻ ഹർഷൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള നമ്മുടെ രാഷ്ട്രകൂട, പ്രതിഹാര, പാല, ഇങ്ങനെ തുടങ്ങി ഈസ്റ്റിലും വെസ്റ്റിലും ഡെക്കാനിലൊക്കെ ഒരുപാട് ഡൈനസ്റ്റീസ് എമേർജ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഈ ഡൈനസ്റ്റീസിനെ സംബന്ധിച്ചുള്ള ഒരു യൂണിറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി മെഡീവൽ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് ഏർലി മെഡീവൽ കിങ്ഡംസ് എന്തൊക്കെയായിരുന്നു, ഓരോരോ സ്ഥലങ്ങളിൽ എമേർജ് ചെയ്ത് വന്നുള്ള കിങ്ഡംസ് ഏതൊക്കെയാണ്. ഇഷ്ടംപോലെ കിങ്ഡംസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കാൻ പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 100 ദിവസം വേണ്ടി വരും യൂണിറ്റ് 3ലെ ഈ ഒരു കിങ്ഡംസ് മാത്രം പഠിക്കാൻ വേണ്ടി വരും. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യണം, സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ടോപ്പിക്കിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക എന്നുള്ളതാണ്. ചിലത് നമുക്ക് കുറേ ഡീപ്പായിട്ട് പോലും നമുക്ക് ആവശ്യമുണ്ടായിരിക്കും, പക്ഷെ അത്രയും ഡീപ്പായിട്ട് അതിന്മേൽ സമയം കളയുന്നതിൻ്റെ തത്തുല്യമായിട്ടുള്ളൊരു ഉപകാരം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യണം, അതിലൊരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. കുറേ സമയമുള്ളൊരു അവസ്ഥയിൽ കുഴപ്പമില്ല, ബട്ട് കുറച്ച് സമയമുള്ള അവസ്ഥയിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് കുറച്ച് സമയം കൊണ്ട് എങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ അവസ്ഥയിൽ കിങ്ഡംസ്, അതിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്, അതിൽ പ്രധാനപ്പെട്ട റൂളേഴ്സ് ആരൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഏത് റീജിയനിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരുന്നത്, ആ രീതിയിലാണ് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ദെൻ പിന്നെ നമ്മൾ ഏർലി മെഡീവൽ സൊസൈറ്റീനെ സംബന്ധിച്ച് പഠിക്കണം. പിന്നീട് വരുന്നത് ഏർലി മെഡീവൽ എക്കണോമിയുടെ ഒരു അവസ്ഥ എന്തായിരുന്നു, അവിടെ ട്രേഡ് എങ്ങനെയായിരുന്നു. പിന്നുള്ളത് സ്റ്റേറ്റ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിബേറ്റ്സ് പല സമയത്തും NTA ചോദിക്കുന്ന ഒരു ഏരിയയാണ്. സോ സ്റ്റേറ്റ് ഫോർമേഷൻ എന്നുള്ളതിനകത്ത് തന്നെ ഈ സ്റ്റേറ്റുകളെ സംബന്ധിച്ചും ഓരോ സ്റ്റേറ്റിലും ഏത് രീതിയിലുള്ള തിയറീസൊക്കെയാണ് സ്റ്റേറ്റ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, ഇങ്ങനെ കുറേ സംഗതികൾ അതിൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നീടുള്ളത് നമ്മുടെ ഒരു ഫ്യൂഡലിസം എന്നുള്ള ആ ഒരു പാർട്ടൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റേറ്റ് ഫോർമേഷൻ ഡിബേറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യണം. പിന്നെ വരുന്നത് ഇൻവേഷൻ ഓഫ് സിന്ധ്, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ സിന്ധ് ഇൻവേഷൻ. അത് വെച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റ് ശരിക്കും നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത്രയോട് കൂടിയിട്ട് നമ്മളെ 3rd യൂണിറ്റ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഏതാണ്ട് ഒരു 18 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും പാർട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈസിലി റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടാക്ടിക്സ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. നമ്മൾ പരസ്പരം ഇവൻറ്റ്സിനെ കണക്ട് ചെയ്യേണ്ടി വരും. കറക്റ്റ് ക്രോണോളജിക്കലി എങ്ങനെയാണ് ഇവൻറ്റ്സ് നടക്കുന്നത് എന്നുള്ളതിന് വേണ്ടിയിട്ട് പല ടിപ്സും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ചില ഡേറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്കറിയാവുന്ന ഡേറ്റുകൾ വെച്ച് കണക്ട് ചെയ്തിട്ട്, ചിലപ്പോൾ എങ്ങനെ പറയല് 712 നടന്നത് ചിലപ്പോൾ നമ്മളെന്താണ് ഒരു 1900 നടന്ന ഇവൻറ്റ്സൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടൊക്കെയുള്ള ഇവൻറ്റ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം, ഓരോ കണക്ഷൻ ഉണ്ടാക്കി എടുക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ മറക്കാതെ ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ ഫാക്ച്വലി അങ്ങനെ തന്നെ പഠിച്ചിട്ട് അത് റിമെമ്പർ ചെയ്യുക എന്നുള്ളത് ഒരുപാട് ടൈം ടേക്കിംഗ് ആണ്. അത് ഒരുപാട് റെപ്റ്റീഷൻ്റെ ഭാഗമായിട്ട് മാത്രം ഓർത്തെടുക്കുന്ന സംഗതിയാണ്. സോ കണക്ട് ചെയ്തിട്ട് പഠിക്കുക, ഒരു ഏതെങ്കിലുമൊക്കെ ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന സംഗതിയായിട്ട് അതിനെ ലിങ്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് മെമ്മറിയിൽ നിൽക്കുകയുള്ളൂ എന്നുള്ളതും ഹിസ്റ്ററി സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട സംഗതിയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു കൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഇല്ല എങ്കിൽ, മിക്കവാറും കൺസെപ്റ്റുകൾ ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ വായിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല, അതിന് നമ്മൾ ലെക്ചേഴ്സ് കേൾക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. സോ ഇവിടെ യൂണിറ്റ് 4ലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡേ 19 മുതൽ യൂണിറ്റ് 4ലേക്ക് നമ്മൾ എത്തുന്നു. ഡേ 19 to 26 നമ്മൾ എന്ത് ചെയ്യുന്നു, യൂണിറ്റ് 4ലെ പഠനം ആരംഭിക്കുന്നു. യൂണിറ്റ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് സ്റ്റാർട്ടഡ് മെഡീവൽ ഇന്ത്യ. നമ്മൾ ഈ സോ കോൾഡ് മെഡീവൽ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു യൂണിറ്റ് 4 നമ്മൾ എന്ത് ചെയ്യുന്നതിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മൾ യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് മെഡീവൽ ഇന്ത്യയാണ്. പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പല രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാം. നമ്മൾ
പഠിക്കുന്ന സമയത്ത് മുഗൾസിനെ പറ്റി പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അവരെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അവരെ എക്കണോമിക് ഹിസ്റ്ററിയും അവരെ സോഷ്യൽ ഹിസ്റ്ററിയും എല്ലാം നമ്മൾ അവിടെ തന്നെ പഠിക്കുകയാണെങ്കിൽ 6ഉം 7ഉം യൂണിറ്റ് പിന്നെ നമ്മൾ നോക്കണ്ട. ഓക്കെ, 5ഉം 6ഉം യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ നോക്കണ്ട എന്നുള്ളതാണ്. അതേസമയം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെറ്റീരിയലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. പ്രകാരം നമ്മൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ദെൻ അടുത്തൊരു സാധനം വരുന്ന സമയത്ത് നമുക്കൊരു റിപ്പീറ്റ് ചെയ്യാനും റിവൈസ് ചെയ്യാനൊക്കെ ഒരു സാഹചര്യം കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ ആ പൊളിറ്റിക്കൽ ഹിസ്റ്ററിനെ കണക്ട് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യും, സോഷ്യൽ ഹിസ്റ്ററിയിലേക്ക് പോവും, അതുപോലെ തന്നെ അവിടെയുള്ള എക്കണോമിക് ഹിസ്റ്ററിയിലേക്ക് പോവും. ആ ഒരു ഘട്ടത്തിൽ വീണ്ടും ഇത് നമുക്ക് റിവൈസ് ചെയ്യാനും വീണ്ടും ഇതിനെ പുതിയ ഇവൻറ്റ്സുമായിട്ട് പുതിയ എന്താണ് പറയല് ചേഞ്ചസുമായിട്ട് കണക്ട് ചെയ്ത് വേണ്ടും കൂടുതൽ ഓർത്തിരിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ സോഴ്സസ് ഓഫ് മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിനെ പറ്റി പഠിക്കും. അവിടെ ഡിഫറെൻറ്റ് വർക്കുകൾ ഏതൊക്കെയായിരുന്നു, ഡിഫറെൻറ്റ് സ്കോളേഴ്സ് ആരൊക്കെയായിരുന്നു. ഈ വർക്കുകളൊക്കെ പറ്റി പഠിക്കുന്ന സമയത്ത് ആ വർക്ക് എഴുതിയിട്ടുള്ള കാലഘട്ടം ഏതാണ്, ആരാണ് ഈ വർക്ക് എഴുതിയിട്ടുള്ളത്, അതുപോലെ തന്നെ ആ വർക്കിൽ പ്രധാനപ്പെട്ട തീം എന്താണ് എന്നുള്ളതും, പിന്നെ കോർട്ട് ഹിസ്റ്റോറിയനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ആരുടെ കോർട്ടിലാണ് അയാൾ ഉണ്ടായിരുന്നത്, അങ്ങനെ കണക്ട് ചെയ്യുക. അതല്ലാതെ ഒരിക്കലും നമ്മൾ ഫാക്ച്വലി അങ്ങോട്ട് ബൈഹാർട്ട് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചാൽ നെക്സ്റ്റ് മൊമെൻറ്റിൽ നിങ്ങളത് മറക്കും. അതുകൊണ്ട് തന്നെ ഇയാൾ ഇന്ന കോർട്ട് ഹിസ്റ്റോറിയൻ ആയിരുന്നു, അപ്പോൾ ഇന്ന റൂളറിനെ സംബന്ധിച്ചാണ് ഇയാൾ എഴുതിയിട്ടുള്ളത്. സോ ഈ റൂളർ ഇയാൾ എഴുതിയത് അടിസ്ഥാനപ്പെടുത്തി ഇന്ന സ്ഥലങ്ങളിലേക്കൊക്കെ കോൺക്വസ്റ്റ് നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. പിന്നീട് ഈ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു രാജാക്കന്മാർ ആരൊക്കെയായിരുന്നു, ഏതൊക്കെയാണ് ഡൈനാസ്റ്റീസ് ഉണ്ടായിരുന്നത്, ഓരോ ഡൈനാസ്റ്റി എവിടെ മുതൽ എവിടെ വരെ ഭരിച്ചു, ഇങ്ങനെയുള്ള ആ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള അവരുടെ തിയറി ഓഫ് കിങ്ഷിപ്പൊക്കെ എന്തായിരുന്നു, അങ്ങനെയുള്ള കുറച്ചുകൂടി പൊളിറ്റിക്കൽ ആയിട്ടുള്ള സാധനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ബാൽബൻ്റെ നേച്ചർ എന്തായിരുന്നു, നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിൻ്റെ ഒരു എങ്ങനെയാ പറയല് പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്തായിരുന്നു, അയാൾ ഏതൊക്കെ പ്രദേശങ്ങളാണ് കോൺക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെയുള്ള രീതിയിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ അവിടെ ഫോക്കസ് ചെയ്യുക. പിന്നെ മുഗൾ എംപയറിന് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഫോക്കസ് ചെയ്യുക. അതിനുശേഷം സൗത്ത് ഇന്ത്യയിലേക്ക് വരിക, അവിടെ വിജയനഗര അതുപോലെ ബാമിനി സുൽത്താനേറ്റൊക്കെ ഉണ്ട്. സോ ഇവരുടെയൊക്കെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സൗത്തിലേക്ക് വരുന്ന സമയത്ത് വിജയനഗരാസ് ആണെങ്കിൽ കുറച്ച് ഡൈനാസ്റ്റീസ്, ദെൻ ബാമിനി ആണെങ്കിൽ അതിനകത്തുള്ള ഡിഫറെൻറ്റ് എങ്ങനെ പറയുക സുൽത്താനേറ്റ് സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ബീദാർ, ബിജാപ്പൂർ, അഹമ്മദ് നഗർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സ്പ്ലിറ്റ് ഏതൊക്കെയാണ്, അവിടെയൊക്കെ ഫോർമേഷൻ എങ്ങനെയൊക്കെ ആയിരുന്നു, ഇങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സിലേക്ക് എന്ത് ചെയ്യുക നമ്മൾ ഒതുങ്ങണം. അല്ലാതെ ഡീപ്പായിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു മെഡീവൽ ഇന്ത്യയിൽ ഏതാണ്ട് ലാസ്റ്റ് വരുന്ന ഒരു ഇവൻ്റാണ് മറാത്ത എംപയർ എന്ന് പറയുന്നത്. ശിവജി മറാത്താസിനെ ഒരു പവർഫുൾ എംപയർ ആക്കി എടുത്തത് എങ്ങനെയാണ്, അതിനൊരു സാഹചര്യം എന്തൊക്കെയായിരുന്നു എന്നുള്ള, ഇവർ മുഗൾസുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് എങ്ങനെയായിരുന്നു, ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലേക്ക് ഈ ഒരു ഡേ 19 to 26 ഉള്ള സമയത്ത് യൂണിറ്റ് 4 നമ്മൾ എന്ത് ചെയ്യുക ഡിസ്കഷൻ നടത്തണം, നമ്മൾ അത് പഠിക്കണം എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ അടുത്ത യൂണിറ്റ് 5ലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു ഏരിയയിലേക്കാണ്. മുഗൾസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു, അതിനകത്തുള്ള ഇവിടെ മുഗൾസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഡിസ്കഷന് കൊടുക്കണം. അപ്പോൾ ഈ പറഞ്ഞ ഇക്ത സിസ്റ്റം എന്തായിരുന്നു, എന്താണ് മുക്തി, എന്താണ് വാലി, ഇക്തിയും അതുപോലെ തന്നെ നമ്മുടെ ഈ മുഗൾസിൻ്റെ ഇടയിലുള്ള മൻസബ്ദാരി സിസ്റ്റം, ജാഗിർദാരി സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് കിടക്കുന്നത്, ഇങ്ങനെയുള്ള അഡ്മിനിസ്ട്രേഷനകത്തുള്ള പിന്നെ ഡിഫറെൻറ്റ് ഒഫീഷ്യൽസ് ഏതൊക്കെയായിരുന്നു, ഓരോ ഉദ്യോഗസ്ഥന്മാർ അറിയപ്പെട്ടിരുന്ന പേരെന്തൊക്കെയായിരുന്നു, ഇങ്ങനെയുള്ള കുറച്ച് സംഗതികൾ, പിന്നെ സുബാസായിട്ട് ഡിവൈഡ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഏരിയയിലേക്ക് എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു 25 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ദെൻ വിജയനഗര, ബാമിനി, മറാത്ത ഇവരുടെയൊക്കെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, ദെൻ മെഡീവൽ ഇൻഡസ്ട്രീസിൻ്റെ ഒരു സ്വഭാവം എന്തായിരുന്നു, അവരുടെ എക്സാമിൽ ചോദിക്കുന്ന സംഗതിയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വരും. അതേസമയം ഡീപ്പായിട്ട് ഒരുപാട് പഠിച്ച് പോകാനുമില്ല, ഷോർട്ടായിട്ടുള്ള ഏരിയ ആണ്, ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ വരും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുള്ള ടൈപ്പ് ഓഫ് തിങ്സ് ആണ് ഈ പറഞ്ഞ മെഡീവൽ ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ട്രേഡ് ആൻഡ് കൊമേഴ്സ്, മെഡീവൽ സമയത്തുള്ള ട്രേഡ് ആൻഡ് കൊമേഴ്സിൻ്റെ നേച്ചർ എങ്ങനെയായിരുന്നു, അവരുടെ ഇൻലാൻഡ് ട്രേഡ്, ഓവർസീസ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ മെഡീവൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, അവരുടെ കൃഷിക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ഇറിഗേഷന് വേണ്ടിയിട്ട് അവരെന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ ഏതൊക്കെ ക്രോപ്സാണ് അവർ
കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനൊക്കെ കുറച്ചുകൂടി ഒബ്ജക്റ്റീവായിട്ട് കുറച്ചുകൂടി ലിമിറ്റഡ് നമ്പർ ഓഫ് ഫാക്റ്റുകൾ മാത്രം എന്ത് ചെയ്യുക നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതും നോക്കണം. ദെൻ ഫ്രോണ്ടിയർ പോളിസീസ് എങ്ങനെയായിരുന്നു, മറ്റു സ്റ്റേറ്റുകളുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ നെയ്ബറിങ് സ്റ്റേറ്റുമായിട്ടൊക്കെ അവർ ഏത് രീതിയിലുള്ള അപ്രോച്ചാണ് സ്വീകരിച്ചിരുന്നത്, ഇതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ഡിസ്കസ് ചെയ്യണം. സോ ഈ ഒരു സമയമാകുമ്പോഴേക്ക് നമ്മൾ 4-5 യൂണിറ്റ് നമ്മൾ അല്ലെങ്കിൽ ഒരു പകുതി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. വിത്തിൻ 30 days നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 5 യൂണിറ്റ് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ദെൻ ഈ ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും, കുറച്ചുകൂടി കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങൾ ഈ ഒരു പാർട്ട് ഇപ്പോൾ മെഡീവൽ ഇന്ത്യ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണെങ്കിൽ യു ഹാവ് ടു സ്കിപ്പ് ദാറ്റ് പാർട്ട്. നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ക്വസ്റ്റ്യൻസും മറ്റുള്ളതായിട്ട് മാത്രം നോക്കിയിട്ട് പോയാൽ മതി. അതല്ലാതെ ഇവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നില്ല. ആൻഡ് മുഗൾസിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് വൃത്തിക്ക് അറിയുമെങ്കിൽ നിങ്ങൾ പിന്നെ അതിനെ വായിച്ചിരുന്ന് കുറേ അത് റിവൈസ് ചെയ്ത് തന്നെ സമയം കളയണമെന്നില്ല. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഒരു തവണ ഓടിച്ച് പോയതിന് ശേഷം പിന്നെ സമയം ഉണ്ടെങ്കിൽ എന്തുണ്ട് അതിൻ്റെ റിവിഷനിലേക്ക് പോകേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഞാനീ പറയുന്ന സംഗതികൾ ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഓൾറെഡി ഉള്ള ബാക്കപ്പ് എന്തൊക്കെയാണ് എന്നുള്ള ഫാക്ടേഴ്സിനെയൊക്കെ പരിഗണിച്ചതിന് ശേഷം എന്ത് ചെയ്യേണ്ടി വരും, ചെറിയ ചെറിയ ചേഞ്ചസും ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ദെൻ ഇനി നമ്മൾ യൂണിറ്റ് 6 നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് മെഡീവൽ ഇന്ത്യയാണ്. നേരത്തെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇറ്റ് വാസ് ദ എന്താണ് എക്കണോമി അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ 5ാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ 6ലേക്ക് എത്തുമ്പോൾ നമ്മൾ അവിടെ സൊസൈറ്റീനെ സംബന്ധിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെഡീവൽ ഇന്ത്യയുടെ സാമൂഹികമായിട്ടുള്ള ഫാക്ടേഴ്സ് അതെന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു ഡിസ്കഷനിൽ വരുന്ന സമയത്ത് ഇതും എക്സാമിന് ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുമല്ലോ. അപ്പോൾ സൂഫി മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് എന്തായാലും 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഭക്തി മൂവ്മെൻറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ആയിരിക്കും. സോ നമ്മൾ പഠിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള സംഗതിയാണ്. ഇതിന് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതല്ല, കുറച്ചുകൂടി സബ്ജക്റ്റീവായിട്ടുള്ള സംഗതികളാണ് കൂടുതൽ അതിനകത്തുനിന്ന് വരിക എന്നുള്ളതാണ്. സോ സൂഫി മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഫസ്റ്റ് ഡേ പഠിക്കുന്നു. ദെൻ ഭക്തി മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ അനദർ ഡേ നമ്മൾ ഭക്തി മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് പഠിക്കുന്നു. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ഇവർ തമ്മിലുള്ള ഒരു കോപ്പറേഷൻ എങ്ങനെയായിരുന്നു, ഇതൊക്കെ നമ്മുടെ പഠനത്തിലേക്ക് കൊണ്ടുവരാം. ആൻഡ് ഓൾസോ ഇതിന് സമാനമായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് സിഖ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ സിഖ് മൂവ്മെൻറ്റിനെ പറ്റി പഠിക്കുമ്പോൾ അവിടെയുള്ള സിഖ് ഗുരൂസിനെ സംബന്ധിച്ച് പഠിക്കേണ്ടി വരും. ഈ ഗുരൂസുമായിട്ടുള്ള ചില ജനറൽ ഫാക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അറിയേണ്ടി വരും. അപ്പോൾ ഓൾ സിഖ് മൂവ്മെൻ്റ് ഒരു നേച്ചർ എന്തായിരുന്നു, അല്ലെങ്കിൽ ആ മൂവ്മെൻ്റ് ഒരു സ്വഭാവം എന്തായിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കി വെക്കുക. ചിലതൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം. ചിലത് നമ്മൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെച്ചാൽ മതി. അതേസമയം ആരൊക്കെയായിരുന്നു സിഖ് ഗുരൂസ് എന്നുള്ളതിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നതിലുപരി അത് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കണം. ആൻഡ് അവരുടെ ക്രോണോളജി എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. അതിനൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. ഒരു ചിലപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ചാവോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇപ്പോൾ ഔറംഗസീബുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യുക, അതിൻ്റെ മുൻപുള്ള റൂളറായിട്ട് അടുത്ത ആളെ കണക്ട് ചെയ്യുക. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ സമകാലികനായിരുന്ന ആൾ, അപ്പോൾ ഇയാളുടെ മുന്നേ ആയിരുന്നു ഇയാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓർഡർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെയാണ് നമ്മൾ ഹിസ്റ്ററിയിൽ അപ്ലൈ ചെയ്യേണ്ട ടാക്ടിക്സ് എന്ന് പറയുന്നത്. സോ സിഖ് മൂവ്മെൻറ്റ്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനുശേഷം നമ്മൾ മെഡീവൽ പെയിൻറ്റിങ് ആൻഡ് മ്യൂസിക്, സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് അവിടുത്തെ പെയിൻറ്റിങ്ങിൻ്റെ സ്വഭാവം എന്തായിരുന്നു, ഓരോ പെയിൻറ്റിങ്ങും ചെയ്തിട്ടുള്ള ആരൊക്കെയാണ്, ഇതിനൊക്കെ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കേട്ടോ. സോ മെറ്റീരിയൽ അതായത് ഈ മെഡീവൽ പെയിൻറ്റിങ് അതുപോലെ മ്യൂസിക്കിൻ്റെ സ്വഭാവം എന്തായിരുന്നു, ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അമീർ ഖുസ്രോ കണ്ടെത്തിയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളതിൽ മനസ്സിലാക്കി വെക്കണം. ദെൻ വുമൺ എന്നുള്ളത് നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അത് ഏൻഷ്യൻ്റ് ആവട്ടെ മെഡീവൽ ആവട്ടെ, ഈ വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യയിലൊക്കെ തന്നെ ഈ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന വുമൻസ് ആരൊക്കെയാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സംഗതി തന്നെയാണ്. സോ വുമൻസിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്തായിരുന്നു, എന്താണ് ജനാന സിസ്റ്റം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും അവിടെ ഹറമിൻ്റെ ഒരു നേച്ചർ എന്തായിരുന്നു എന്നുള്ള സാധനമൊക്കെ ഈ ഒരു ഭാഗത്ത് ഡിസ്കഷന് വിധേയമാക്കണം. പിന്നീട് ഈ ഒരു യൂണിറ്റിലെ അവസാനത്തെ ഒരു പാർട്ട് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് മെഡീവൽ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം, അവിടെയുള്ള പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻസ് ഏതൊക്കെയായിരുന്നു, ആരൊക്കെയാണ് ഓരോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയുന്നത് താജ്മഹൽ ഉണ്ടാക്കിയത് ഷാജഹാനൊന്നും പഠിക്കാൻ നിൽക്കരുത്, അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാം. അതുപോലെ എന്താണ് കുത്തബ് മിനാർ ഉണ്ടാക്കി, കുത്തബ് മിനാറൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ പുതിയ പുതിയ നിലകൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, അതിന് ഇടിമിന്നൽ പറ്റി പരിക്കേറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ പഠിക്കുക. അതേസമയം ഇത് ഓരോ നമുക്ക് അറിയുന്നതിനെ പറ്റിയിട്ട് പിന്നെ പഠിച്ച് പോയിട്ട് എന്ത് ചെയ്യരുത്, സമയം കളയരുത് എന്നുള്ളതാണ്. അത് നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യുക
വെറുതെ ഒന്ന് റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ജനറലി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചോട്ടാ ഇമാംബാര, ബഡാ ഇമാംബാര എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള നമുക്ക് കേട്ട് പരിചയമില്ലാത്ത, അല്ലെങ്കിൽ കുത്തബ് ഷാഹി ടോംസ് എന്നോ അങ്ങനെയുള്ള നമുക്ക് വലിയ ഫേമസ് അല്ലാത്ത ആ ഒരു സംഗതികളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചെടുക്കണം എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അറിയുന്നതിനെ പറ്റി പിന്നെയും പഠിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, സമയം കളയരുത് എന്നുള്ളതാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനുശേഷം 7th യൂണിറ്റിലേക്ക് വരുന്നു. 7th യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളിനി എന്താണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് സംഭവം ഏർലി യൂറോപ്യൻ ട്രേഡേഴ്സ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് ഇന്ത്യ മുഗൾസ് ഭരിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മുൻപാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഡീവൽ പീരീഡിലാണ് അവർ വാസ്കോ ഡ ഗാമയൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത്, സുൽത്താനേറ്റ് ഇവിടെ ഭരിക്കുന്ന സമയത്താണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ അവരെ മോഡേൺ ഹിസ്റ്ററിയിലാണ് ഉൾക്കൊള്ളിക്കാറുള്ളത്. ആദ്യമായിട്ട് വന്നിട്ടുള്ള യൂറോപ്യൻ ട്രേഡേഴ്സ് ആരൊക്കെയാണ്, ഏതൊക്കെ രാജ്യക്കാരാണ്, ആരൊക്കെയാണ് വന്നിട്ടുള്ളത്, ഇവരും മുഗൾസുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയൊക്കെയായിരുന്നു, ഇങ്ങനെയുള്ള ഇവിടുത്തെ മറ്റു ഇപ്പോൾ വിജയനഗര റൂളേഴ്സുമായിട്ടും പോർച്ചുഗീസുകാരൊക്കെ തമ്മിൽ എന്തൊക്കെ ബന്ധമാണ് ഉണ്ടായിരുന്നത്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പഠനം കൊണ്ടുപോവുക. പിന്നെ ബ്രിട്ടീഷുകാർ ഈ പറഞ്ഞ ഫ്രഞ്ചുകാരെയും ഡച്ചുകാരെയൊക്കെ തട്ടിമാറ്റി ഇവർക്കിടയിൽ ഭയങ്കര സുപ്പീരിയർ പവറായിട്ട് എങ്ങനെ എമേർജ് ചെയ്ത് വന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരുപാട് റീജിയണൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. ഇവരെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഒതുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നത്, ഏത് രീതിയിൽ, അല്ലെങ്കിൽ എത്ര വാറുകൾ നടന്നു, എത്ര ആംഗ്ലോ അഫ്ഗാൻ വാർസ് നടന്നു, അല്ലെങ്കിൽ ആംഗ്ലോ ബർമീസ് വാർ നടന്നു, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഭയങ്കര ഫെമിലി. ഇപ്പോൾ ആംഗ്ലോ മറാത്ത വാറൊക്കെ നമുക്ക് മിക്കവാറും അറിയുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ആംഗ്ലോ മൈസൂർ വാറിനൊക്കെ പറ്റിയിട്ട് ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അത് ഏത് സമയത്ത് നടന്നു, ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രീറ്റീസ് ഏതൊക്കെയായിരുന്നു, എന്ത് കാരണത്തിൻ്റെ പേരിൽ നടന്നു, ഇങ്ങനെയുള്ള സംഗതികളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയുന്നത് അവിടെ നിർത്തിയിട്ട് അറിയാത്തതിലേക്ക് പഠനം കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആംഗ്ലോ അഫ്ഗാനോ, അല്ലെങ്കിൽ ആംഗ്ലോ സിക്കോ, ആംഗ്ലോ ബർമീസോ, ഇതൊക്കെയാണ് ചിലപ്പോൾ എന്ത് ചെയ്യുക, NTA ചോദിക്കുക. പിന്നെ നമുക്ക് അറിയുന്ന ഇവൻസിനെ തന്നെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല ഉത്തരങ്ങളും കാണാനും അതിലേക്ക് എത്താനും പറ്റും എന്നുള്ളതാണ്. സോ തീരെ ഫെമിലിയർ അല്ലാത്ത ഒരു സാധനം ഒട്ടും പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിനെ ഡ്രോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അടുത്തതിലേക്ക് പോവുക. 1-2 ഇവൻറ്റ്സ് നമ്മൾ സ്കിപ്പ് ചെയ്തെന്ന് വെച്ചാൽ നമുക്കൊന്നും സംഭവിക്കില്ല. ഈ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ളതൊക്കെ ആണെങ്കിൽ നമുക്കതിൽ 1-2 അല്ലെങ്കിൽ 3-4 അറിയുമെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ഓപ്ഷൻസിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. സോ ഇവിടെ പിന്നീടുള്ളത് ഏർലി റെസിസ്റ്റൻസ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനകത്ത് ട്രൈബൽ റിവോൾട്ട്, പെസൻറ്റ് റിവോൾട്ട് എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ നമ്മൾ പഠിക്കാറുണ്ട്. പിന്നീട് വരുന്ന റിവോൾട്ട് ഓഫ് 1857, അതിൻ്റെ കോസസ് എന്തായിരുന്നു, അതിൻ്റെ നേച്ചർ എന്തായിരുന്നു, ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു, ഹു ആർ ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഹു സപ്രസ്ഡ് ദി റിവോൾട്ട് ഓഫ് 1857. ഇങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അല്ലാതെ നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് അതിനെപ്പറ്റി ഒരു റിസർച്ച് തീസിസ് ഒക്കെ എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ സംബന്ധിച്ച് വരുന്ന ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്യേണ്ടി വരും. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് ആൻസർ ചെയ്യാൻ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പഠിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും എക്സാമിന് വരുന്നാൽ ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സോഴ്സസ് ഓഫ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇപ്പോൾ ബ്രിട്ടീഷുകാരുടേതും ഫ്രഞ്ചുകാരുടെ ഇങ്ങനെയുള്ള ഒരുപാട് സോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. അതെവിടെയാണ് കറൻറ്റ്ലി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, പിന്നെ അവരുടെ റെക്കോർഡ്സിൻ്റെ ഒക്കെ ഒരു സ്വഭാവം എന്തായാലും ഇതൊക്കെ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയാൽ തന്നെ സുഖമായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഏരിയാസാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ യൂണിറ്റിൽ പഠിക്കേണ്ട ഒരു സംഗതിയാണ് കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് എന്തൊക്കെയാണ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, 1773 റെഗുലേറ്റിംഗ് ആക്ട് മുതൽ നമ്മുടെ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരെയുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അതിൽ ഓരോ സമയത്ത് വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയും നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടാവണം. നമ്മൾ ഓരോ നമ്മുടെ ആക്റ്റുകളും പഠിക്കുന്ന സമയത്ത് അടുത്തതിനേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ചേഞ്ച് ആ ചേഞ്ച് ഓക്കെ ഇവിടെ ഡയർക്ക് വരുന്നു, ഇവിടെ പ്രൊവിൻസിൽ വരുന്നു, അതെടുത്തൊരു സെൻറ്ററിലേക്ക് മാറ്റുന്നു. ഇങ്ങനെയുള്ള രീതിയിൽ അതിനെങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ സുഖമായിട്ട് ഓർത്തെടുക്കാനും പറ്റും, സുഖമായിട്ട് അത് നമുക്ക് പഠിച്ച് പോകാനും പറ്റുമെന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ അതിൽ ഈ സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പോലീസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരുന്നു, ആർമിയുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരുന്നു, ജുഡീഷ്യറിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു, ഇതെല്ലാം എക്സാമിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയാസാണ്. മസ്റ്റായിട്ടും പഠിക്കുക. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത്തരത്തിലുള്ള ഏരിയാസൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ പഠനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതാണ്ട് ഒരു 42 ഡേയ്സ് ആകുമ്പോഴേക്ക് നമ്മുടെ യൂണിറ്റ് 7 നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ
അഗെയിൻ അടുത്തൊരു യൂണിറ്റിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും യൂണിറ്റ് 7 ഈ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 8 എത്തുന്ന സമയത്ത് അതിൻ്റെ ഒരു എക്കണോമിയുടെ ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, യൂണിറ്റ് 8 പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് പിന്നീടുള്ള ഇന്ത്യൻ റൊണൈസൻസ് അതുപോലെയുള്ള എഡ്യൂക്കേഷനകത്തും പ്രസ്സിനകത്തുള്ള ചേഞ്ചാണ്. സോ ഇവിടെ ആദ്യത്തെ ഡേയിൽ നമ്മൾ എന്ത് ചെയ്യുക, കൊളോണിയൽ എക്കണോമിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, അഗ്രികൾച്ചറിനെ എങ്ങനെ കൊമേഴ്ഷ്യലൈസ് ചെയ്തു, ഈ ക്യാഷ് ക്രോപ്സ്, ഫുഡ് ക്രോപ്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇതൊക്കെ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് സബ്ജക്റ്റീവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിനെ പറ്റിയിട്ട് ഭയങ്കര ഒബ്ജക്റ്റീവായിട്ട് ഭയങ്കര ആഴത്തിൽ ഫാക്ച്വലി പഠിക്കേണ്ട സംഗതികളൊന്നുമല്ല. ഒരു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്നും ബ്രിട്ടീഷുകാർ ഇവിടെ എന്തൊക്കെയായിരിക്കും ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊരു ജനറൽ ഐഡിയ നമുക്കുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ത്യയിലെ എന്താണ് പറയുക, ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഡീക്ലൈൻ, ഇവിടെ ഹാൻഡിക്രാഫ്റ്റ് ആവട്ടെ, ഈ ഇങ്ങനെയുള്ള ഒരുപാട് ഏരിയാസ് അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ മൂലം അതൊക്കെ തകർച്ചയിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഇതൊരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഒറ്റ വായിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനൊന്ന് ശരിപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പണി മാത്രം ചെയ്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്തിട്ട് അതിനെ എങ്ങനെ അത് ടെസ്റ്റിൽ വരും എന്നുള്ളത് മനസ്സിലാക്കുകയും വരുമ്പോൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഗ്രോത്ത് ഓഫ് ന്യൂ അർബൻ സെൻറ്റേഴ്സ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സിറ്റീസ് അല്ല ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഇവിടെ ഫ്ലറിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ന്യൂ അർബൻ സെൻറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു, ഓരോ സെൻറ്റേഴ്സും ഡെവലപ്പ് ചെയ്തു. മദ്രാസ് പട്ടണം എന്നുള്ളത് അതിൻ്റെ പഴയ പേരെന്തായിരുന്നു, അതാരാണ് തുടങ്ങിയത്, ഈ കൽക്കട്ട എന്നുള്ളതിൻ്റെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ആരാണ്, ജോബ് ചാർനോക്കിൻ്റെ റോൾ എന്താണ്, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംഗതികൾ ഇപ്പോൾ പോണ്ടിച്ചേരി എന്നുള്ള സിറ്റിനെ സംബന്ധിച്ച് അപ്പോൾ അത്തരത്തിലുള്ള അതിൻ്റെ ഫൗണ്ടർ, അങ്ങനെയുള്ള അതിൻ്റെ മാർട്ടിൻ്റെ റോൾ എന്താണ്, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുക. കുറച്ചുകൂടി ഈസി ആയിട്ട് എക്സാമിനെ നമുക്ക് എന്താണ് പറയല് ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നത് ഇന്ത്യൻ റൊണൈസൻസ് ആണ്. റൊണൈസൻസിനൊക്കെ പറ്റി പഠിക്കുന്ന സമയത്ത് അഗെയിൻ അതിനൊരു ബേസിക് നേച്ചർ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഓരോ മൂവ്മെൻറ്റ് സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ ഈ റൊണൈസൻസിനകത്ത് തന്നെ വരുന്ന മൂവ്മെൻറ്റ്സ് എന്താണ്, ചിലത് ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ബ്രഹ്മസമാജിൻ്റെ പ്രോഗ്രസീവ് തോട്ട്സിനെതിരെ വന്നിട്ടുള്ള ട്രഡീഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് മൂവ്മെൻറ്റ്സ് ഉണ്ട്. പറഞ്ഞു വന്നത് അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സിന് സ്വഭാവം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്, ആ മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ള പ്രധാന കോൺട്രിബ്യൂഷൻ എന്താണ്, അവരെ വല്ല ജേർണലിസ്റ്റും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിനെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. ഓരോ റീജിയൻ വൈസായിട്ട് ഏത് റീജിയനിലാണ് ഓരോ മൂവ്മെൻറ്റും എമേർജ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക. പിന്നെ വരുന്ന എഡ്യൂക്കേഷനാണ്. ബ്രിട്ടീഷുകാർ 1813 ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ എഡ്യൂക്കേഷനിലായിട്ടുള്ള കൾച്ചറലായിട്ടുള്ള ചേഞ്ചസിലൊക്കെ ബ്രിട്ടീഷുകാർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിൽ ബ്രിട്ടീഷുകാർ ഇടപെടണം എന്നുള്ള ആ ഒരു ചിന്ത അവർക്ക് വരുന്നത് 1813 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ എഡ്യൂക്കേഷന് വേണ്ടി 1 lakh rupees മാറ്റി വെച്ചു എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു വരുന്നത്. പിന്നെ അതിനുശേഷം എന്താണ് പറയല്, ഈ മക്കാളെ മിനിറ്റ് വരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിബേറ്റുകൾ വരുന്നു, ഏത് ഭാഷയിൽ കൊടുക്കണം എന്നുള്ള, ഏത് സബ്ജക്റ്റ് ആയിരിക്കണം പഠിപ്പിക്കേണ്ടത് എന്നുള്ളത്, ആർക്കൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളത്, ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി, അങ്ങനെ പറഞ്ഞ് ഒരുപാട് സംഗതികൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. മക്കാളെ മിനിറ്റ് ആവട്ടെ, വുഡ്സ് ഡെസ്പാച്ച് ആവട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യണം, അതിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട സംഗതിയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നുള്ളത്, ഇതെല്ലാം നമുക്ക് അറിയുന്ന സാധനമാണ്. അതിന് എക്സാമിലേക്ക് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മാത്രം ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒന്ന് പൊടി തട്ടി എടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് പ്രസ് ആണ്. ഇന്ത്യയിൽ ഒരുപാട് പത്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ അക്കാലത്ത് പത്രങ്ങളുടെ പ്രാധാന്യം വെച്ചാൽ ഭയങ്കര ക്രൂഷ്യലാണ്, ഭയങ്കര ഹൈ ആണ്. സോ ഈ പ്രസ്സുകളുടെ സ്വാധീനം എന്തായിരുന്നു, ആരൊക്കെയാണ്, എവിടേക്കാണ് പത്രം തുടങ്ങിയത്, എന്തൊക്കെയായിരുന്നു അതിൻ്റെയൊക്കെ പേരുകൾ, പ്രധാനമായിട്ടും ഫൗണ്ടേഴ്സ്, അവർ തുടങ്ങിയിട്ടുള്ള മീഡിയ അല്ലെങ്കിൽ പത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള, ന്യൂസ് പേപ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള, ജേർണൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഏതാണെന്നുള്ളത് അവിടെ മാത്രം നമ്മൾ പഠനം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കൂടുതൽ പഠിച്ച് പോയി കഴിഞ്ഞാൽ സമയവും കൂടുതൽ പോവും. അപ്പോൾ നമുക്ക് ജൂൺ എക്സാമിന് എഴുതുക എന്നുള്ളത് നടപടിയാവാതെ അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ്. സോ ഇനി നമ്മൾ നോക്കേണ്ടത് 9th യൂണിറ്റ് ആണ്. 9th യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി നാഷണൽ മൂവ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ് 9th യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ 9th യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും നാഷണലിസം, അല്ലെങ്കിൽ INCയുടെ ഫോർമേഷൻ, ഇന്ത്യയിലൊരു എമർജൻസ് ഓഫ് നാഷണലിസം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദി റൈസ് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ, ഈ രീതി, ഇതൊക്കെ ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള സംഗതി അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബ്രോഡ് പിക്ചർ ഉണ്ടെങ്കിൽ നമുക്ക്
ഒരു ജനറൽ ലോജിക്ക് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നീട് വരുന്നത് ഈ സ്വദേശി അതുപോലെ സ്വരാജ് എന്തൊക്കെയാണ് ഈ കോൺസെപ്റ്റുകൾ, സ്വദേശി മൂവ്മെൻറ്റൊക്കെ സ്വഭാവം എന്തായിരുന്നു, ഇങ്ങനെയുള്ള കുറച്ച് ഐഡിയാസ് ഉണ്ടാക്കുക. ദെൻ മാസ് മൂവ്മെൻ്റ് ആവുന്ന സമയത്ത് അതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ചസ്, പ്രധാനപ്പെട്ട പ്രൊട്ടസ്റ്റുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഓരോന്നിൻ്റെയും ക്രോണോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ഏത് റീജിയൻ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കണം. പിന്നെ നമ്മൾ പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്ത് പോകുന്നൊരു ഏരിയയാണ് ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ നാഷണൽ മൂവ്മെൻറ്റ് നന്നായിട്ട് അറിയുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഗാന്ധിയൻ മാസ് മൂവ്മെൻറ്റ്, ഇപ്പോൾ നമ്മുടെ സിവിൽ ഡിസൊബീഡിയൻസും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ക്വിറ്റ് ഇന്ത്യ കൃത്യമായിട്ട് അറിയെങ്കിൽ നിങ്ങൾ അതവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക. അത് ലാസ്റ്റ് റിവിഷൻ പ്രോസസ്സിലും PYQയിലും കവർ ചെയ്യുക. അതിലുപരി നിങ്ങൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് പോയിട്ടുള്ള ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടാവും, അതുപോലെ ഡിപ്രസ്ഡ് ക്ലാസ് മൂവ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള വുമൻസ് മൂവ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യും നമ്മൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പഠിക്കുക, അതിനൊക്കെ PYQയിൽ എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം എന്നുള്ളതാണ്. പിന്നെ സുഭാഷ് ചന്ദ്രബോസ്, INA, ബോസിനൊക്കെ സംബന്ധിച്ച് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. പിന്നെ INA സംബന്ധിച്ച് INA ട്രയലിനൊക്കെ സംബന്ധിച്ചൊക്കെ എക്സാമിൽ ചോദിക്കുന്ന സാധനമാണ്. അല്ലെങ്കിൽ ഒരു ടുവാർഡ്സ് ഇൻഡിപെൻഡൻസിൻ്റെ ആ ഒരു ഏരിയയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പിന്നുള്ളത് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ്. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് വലിയൊരു ഏരിയ ആണ്. അതിൽ നിന്ന് 2-3 ക്വസ്റ്റ്യനൊക്കെയാണ് ഓരോ സമയത്തും കാണാറുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വലിയ ഏരിയനെ വളരെ ഷോർട്ടാക്കി എടുക്കണം. എന്നിട്ട് അതിനെന്ത് ചെയ്യണം, ഒരൊറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതിലെ മേജർ തിങ് മാത്രം ഓർത്ത് വെക്കുന്ന രീതിയിൽ നമ്മളെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു ക്രോണോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ഒരു അവസാനത്തെ സ്ട്രെച്ചിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 10th യൂണിറ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ആ ഒരു പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. 55 മുതൽ 60 വരെയുള്ള ദിവസം നമുക്ക് എന്ത് ചെയ്യാം, അതിനുവേണ്ടി ഉപയോഗിക്കാം. ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് എക്സാമിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ അല്ല. അതായത് അതിൻ്റെ ആ ഒരു വ്യാപ്തി, അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ ഒരു വ്യാപ്തി വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം അല്ല എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരു 10 ക്വസ്റ്റ്യനിന് നന്നായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 3-4 ക്വസ്റ്റ്യൻസൊക്കെ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. കുറച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5-6 ക്വസ്റ്റ്യനൊക്കെ അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് പോവുക എന്നുള്ളത് കുറച്ച് കടന്ന കൈയാവും പല സമയത്തും. അങ്ങനെയാണ്, ഡിഫിക്കൽട്ടായിട്ടാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ പോലും നമ്മൾ അത്യാവശ്യം ധാരണയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സിനെ പറ്റിയിട്ട്, അതല്ലെങ്കിൽ ഒരു റിസർച്ച് മെത്തഡോളജി എന്നുള്ളത് സബ്ജക്റ്റിനകത്ത് അതിൻ്റെ രീതി എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതിൽ നമ്മുടെ എന്താണ് പറയുക, ഈ ഇൻറ്റേർണൽ ക്രിറ്റിസിസം എന്താണ്, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിൻ്റെ ഒതൻറ്റിസിറ്റി എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുക. ഈ ഒരു ഏരിയ നെറ്റ് എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആവുന്നതിലൂടെ തന്നെ നമ്മുടെ ഹിസ്റ്ററി സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട, നമുക്കൊരു എക്സ്ട്രാ എഡ്ജ് പല ഇൻ്റർവ്യൂസിലും മറ്റുള്ളതിലൊക്കെ നമുക്ക് തരുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഒരു പാർട്ട് എന്ന് പറയുന്നത്. ആ ഒരു പ്രാധാന്യം നൽകിയിട്ട് തന്നെ എന്ത് ചെയ്യുക, അതിന് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. പിന്നെ റൈറ്റിംഗ്, അതിനകത്ത് ഗ്രീക്കോ റോമൻ ട്രഡീഷൻ, പേർഷ്യൻ ട്രഡീഷൻ, മെഡീവൽ ചർച്ച് ഹിസ്റ്റോറിയോഗ്രാഫി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരുന്നു, പിന്നീട് മോഡേണിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ റണൈസൻസ് ഹിസ്റ്റോറിയോഗ്രാഫിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു, ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട റൈറ്റേഴ്സ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹിസ്റ്റോറിയോഗ്രാഫിയിലെ ഡിഫറെൻറ്റ് സ്കൂൾസ് ഏതൊക്കെയാണ്, അനാലിസിസ് ഹിസ്റ്റോറിയൻസ്, അതുപോലെ തന്നെ മാക്സിയൻ പെർസ്പെക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു, കൊളോണിയൽ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിക്ക് എങ്ങനെയാണ്, അതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയായിരുന്നു, ഇത്തരത്തിലുള്ള ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഈ ഓരോ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസിനെ സംബന്ധിച്ചൊക്കെയാണ് എക്സാമിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത്. പിന്നെ റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ തന്നിട്ടാണ്. അത് ചിലതൊക്കെ നമുക്ക് ഒന്ന് പഠിക്കാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നേരത്തെ എക്സാമുകളൊക്കെ കണ്ടിട്ട്, പക്ഷെ നമുക്ക് അവിടെ ഉണ്ടാവേണ്ടത് ഒരു ധാരണയാണ്. ആ ധാരണ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞു സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി ഏതൊക്കെയായിരുന്നു എന്നുള്ളത്, അത്തരത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു 60 days കൊണ്ട് നമ്മുടെ 10 യൂണിറ്റ്സ് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ശ്രദ്ധിക്കേണ്ട സംഗതികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടൻറ്റ് വായിച്ച് മാത്രം എന്ത് ചെയ്യരുത്, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ടൻറ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫിൽട്ടർ ചെയ്യണം, നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽസ് യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ മെറ്റീരിയൽ, ഞാൻ ഇതൊക്കെ വായിച്ചിട്ട് നെറ്റ് ചെയ്താമെന്നുള്ള, അത് നമ്മുടെ ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നമാണെന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ വേണമെങ്കിൽ ഇതെല്ലാം ഉപയോഗിക്കാം കേട്ടോ. NCERTൻ്റെ ഉപയോഗിക്കുക, CBSEൻ്റെ മെറ്റീരിയൽസ് ഉപയോഗിക്കുക, അതുപോലെ ഇഗ്നോയുടെ ഉപയോഗിക്കുക, പാഠശാല IPG പാഠശാലൻ്റെത് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ
നമ്മുടെ ഈ പറഞ്ഞ ഒതൻറ്റിക് ടെക്സ്റ്റുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹിസ്റ്ററി സബ്ജക്റ്റിൽ നെറ്റ് എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് പഠിക്കാൻ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിൽ ഈ ഏൻഷ്യൻ്റ് ആൻഡ് ഏർലി മെഡീവൽ ഇന്ത്യ ഗ്രാഫിക് വേണമെങ്കിൽ ശശിഭൂഷൺ ഉപാധ്യായയുടെ ഹിസ്റ്റോറിയോഗ്രാഫി ഇന്ത്യ, മോഡേൺ വേൾഡ് ഉപയോഗിക്കാം, സതീഷ് ചന്ദ്രയുടെ ഹിസ്റ്ററി ഓഫ് മെഡീവൽ ഇന്ത്യ ഉപയോഗിക്കുക, ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി ഉണ്ട്, ഈ ശ്രീധരൻ്റെ പ്ലാസി ടു പാർട്ടീഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ഉണ്ട്, ദെൻ ഇവിടെ ബിപിൻ ചന്ദ്രൻ്റെ മോഡേൺ ഇന്ത്യ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ഇവിടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസിക്ക് ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വായിക്കാൻ നമ്മുടെ അടുത്ത് സമയം ഉണ്ടെങ്കിൽ ഇതെല്ലാം വായിക്കേണ്ട പുസ്തകം തന്നെയാണ്, ഒരു സംശയം അതിനകത്തില്ല. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ 60 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളിതെല്ലാം വായിക്കാൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആദ്യത്തെ പുസ്തകത്തിൽ ഒരു 50 പേജ് കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ സമയം തീരുമെന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ടത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് നമ്മൾ സ്വീകരിക്കാം. ഗൈഡ് വർക്ക്സും അവൈലബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കൊള്ളാവുന്ന ഗൈഡുകളൊക്കെ തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം വെരി ലെങ്തി ആയിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സമയം ഒരുപാട് കൺസ്യൂം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തും. നമ്മുടെ അടുത്തുള്ള മെറ്റീരിയൽസ് നമ്മൾ ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കുക. ഇതെല്ലാം വായിച്ച് പരിചയമുള്ള ആൾക്കാരുടെ നിന്ന് ക്ലാസ്സുകൾ കേൾക്കുക. പിന്നെ ഇതിനെ ഭയങ്കര കൺസൈസ് ആയിട്ട് മെറ്റീരിയൽ ആക്കിയിട്ടുള്ള ആൾക്കാരുടെ നിന്ന് ഗൈഡൻസുകൾ എടുക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് ഇഫക്റ്റീവ് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതിയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം അനലൈസ് ചെയ്യുക. നിങ്ങൾ ഓരോ പാർട്ടും പഠിക്കുന്ന സമയത്ത് ആ പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻസിനെ കാറ്റഗറൈസ് ചെയ്തെടുക്കണം. അതായത് ഫസ്റ്റ് യൂണിറ്റാണ് നിങ്ങൾ പഠിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, വേറെ തന്നെ എടുക്കണം. എന്നിട്ട് അതിനെ നോക്കിയിട്ട് എന്ത് ചെയ്യണം, ഇത്ര ഏരിയാസാണ് നമ്മൾ മസ്റ്റായിട്ട് പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളതിന് മനസ്സിലാക്കി എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ദെൻ ഈ ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. അതേസമയം അല്ലെങ്കിൽ വായിച്ചാൽ മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറേ സമയം അതിന്മേലിരുന്ന് വായിക്കേണ്ടി വരും. ആ ഒരു സംഗതി വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയൊരു ക്ലാസ് കേട്ടാൽ വിത്തിൻ 5 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ താഴെ സമയം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള വിഷയങ്ങൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മൻസബ്ദാരി സിസ്റ്റം എന്നുള്ളതൊക്കെ എല്ലാവരും പഠിക്കുന്നതാണ്. മൻസബ് റാങ്കാണ്, സാത്തുണ്ട്, സഫറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതെന്താണെന്നുള്ളതൊരു പിടി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ജാഗ്രതാരിയും മൻസബ്ദാരിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇക്താ സിസ്റ്റം എന്തായിരുന്നു, ഇത് ഞാൻ എക്സാമ്പിൾസ് കൊടുത്തുള്ളൂ. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സ്വഭാവം എന്തായിരുന്നു, ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മളിങ്ങനെ ഈ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഇന്നയാൾ കൊണ്ടുവന്നു, ഇന്ന വർഷത്തിൽ കൊണ്ടുവന്നു, ഇന്ന സ്ഥലത്ത് കൊണ്ടുവന്നൊക്കെ നമ്മൾ പഠിക്കും. പക്ഷെ എന്തായിരുന്നു ഇതിൻ്റെ ട്രൂ നേച്ചർ എന്നുള്ളത് നമുക്കറിയില്ല. അത് നമ്മൾ വായിച്ചാൽ കിട്ടുന്നതിലുപരി നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ ക്ലാസ് കേട്ടാലേ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ക്ലാസ്സുകൾ കേൾക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് PYQs നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. വെറുതെ സോൾവ് ചെയ്ത് പോയിട്ട് കാര്യമില്ല. അതെന്തുകൊണ്ട് ഇന്ന ആൻസർ നമുക്ക് കിട്ടി എന്നുള്ളതും എന്തുകൊണ്ട് ഈ ഒരു ഓപ്ഷൻസ് തെറ്റായി എന്നുള്ളതും കൃത്യമായിട്ട് നമുക്കൊരു അവയർനെസ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏതാണ്ട് അതിൽ നിന്ന് കണക്ഷനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. ആ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ആൻസർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ മുതലേ പറയുന്നതാണ്, ഹിസ്റ്ററി പഠിക്കാനായിട്ട് നമ്മൾ ഇവൻസിനെ പരസ്പരം കണക്ട് ചെയ്യേണ്ടി വരും. ആ ഒരു ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ മോഡേൺ ഇന്ത്യയിലൊക്കെയാണ് ഇപ്പോൾ വൈസ്രോയിസിനെയും അവരുടെ പരിഷ്കരണങ്ങളൊക്കെ പറ്റിയിട്ട് അവരെ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, അത് കണക്ട് ചെയ്തിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പല രീതിയിലുള്ള കണക്ഷൻസ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഓർമ്മ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള വേരിയസ് ആയിട്ടുള്ള ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് പഠിക്കാവുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് എന്താണ് വർക്ക് ആവുക എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഐഫറിൻ്റെ ഫൈനൽ ആപ്പ് ഇപ്പോൾ പുതിയതായിട്ടുള്ള കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ മിതമായിട്ടുള്ള ഫീൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ഷോർട്ട് ടേമിൽ ബെസ്റ്റ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഫറിന് നേടിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ മറ്റൊരു സംഗതി പറയാനുള്ളത്, ഐഫറിൻ്റെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട്. പേപ്പർ 1ൻ്റെ അതുപോലെ തന്നെ ഹിസ്റ്ററിൻ്റെ ഒക്കെ ഉണ്ട്. ഇവിടെ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിൽ ഫ്രീ ആയിട്ട് മെറ്റീരിയൽസ് അതുപോലെ പോൾസ് ഇങ്ങനെയുള്ള വോയിസ് നോട്ട്സൊക്കെ എന്ത് ചെയ്യും, ഗ്രൂപ്പിൽ വരും. അതെല്ലാം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അതിനെപ്പറ്റിയൊക്കെ ധാരണ ഉണ്ടായിരിക്കുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യുക. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് ലെങ്തി ആയി പോയി എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുക, ഈ ഒരു രീതിയിൽ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ നിങ്ങളൊരു എങ്ങനെ പറയല് വെറുതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ സംഭവം വർക്ക് ആവില്ല എന്നുള്ളത് തന്നെയാണ്. ആ ഒരു പ്ലാൻ ഉണ്ടാക്കുക, ആ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അതിനനുസരിച്ച് വർക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും നെറ്റും GRFും ക്വാളിഫൈ ചെയ്യട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു.